നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സർക്കംസിഷൻ അഥവാ ചേലാകർമ്മത്തെക്കുറിച്ചാണ്. പുരുഷ ലിംഗാഗ്ര ചർമ്മം പൂർണ്ണമായോ ഭാഗികമായോ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചേലാകർമ്മം അഥവാ സർക്കംസിഷൻ എന്ന് പറയുന്നത്. ഇതൊരു പുരാതന കർമ്മമാണ്. യൂതരും മുസ്ലിങ്ങളും മതവിധി പ്രകാരം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത്. കൂടാതെ ശാരീരിക പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായും ഇത് ചെയ്യാറുണ്ട്. പഴയ കാലങ്ങളിൽ ഈ ഒരു പ്രൊസീജിയർ വീടുകളിൽ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് മുസ്ലിം ആചാരപ്രകാരം കുഞ്ഞ് ജനിച്ച ഉടനെ ആശുപത്രിയിൽ വെച്ച് തന്നെ ചെറിയൊരു സർജറിയിലൂടെ ഇത് ചെയ്യാറുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടുള്ള HIV ഒരു പരിധിവരെ ഈ ഒരു പ്രൊസീജിയറിലൂടെ തടയാൻ സാധിക്കുന്നു എന്ന് WHO കണ്ടെത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതൊരു ഭാഗിക പ്രതിരോധ മാർഗം മാത്രമാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി പറയുന്നത് ഈ ഒരു പ്രൊസീജിയർ ചെയ്താലുള്ള ദോഷഫലങ്ങളെ കുറിച്ചാണ്. ഇതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ഒന്നിനും വ്യക്തമായി പറയുന്നില്ല. എങ്കിലും പൊതുജനങ്ങളുടെ അഭിപ്രായ പ്രകാരം പറയാൻ സാധിക്കുന്ന കുറച്ച് കാരണങ്ങളാണ് ഈ പറയുന്നത്. ഈ ഒരു പ്രൊസീജിയറിലൂടെ ലിംഗാഗ്ര ചർമ്മത്തിലെ നാഡീ ഞരമ്പുകൾ നഷ്ടമാകുമെന്നും വസ്ത്രങ്ങളിലും മറ്റും ഉരസി മൃദുവായ ലിംഗാഗ്രത്തിന്റെ സ്പർശനശേഷി ക്രമേണ കുറയുമെന്നും തന്മൂലം ലൈംഗിക അനുഭൂതി കുറച്ച് കുറയുമെന്നും പറയപ്പെടുന്നു. ഇതിനൊന്നും മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള എവിഡൻസ് കണ്ടെത്തിയിട്ടില്ല. ലിംഗാഗ്ര ചർമ്മത്തിന്റെ ചലനത്തിന്റെ അഭാവത്തിൽ ഇന്റർകോഴ്സ് സമയത്ത് ലൂബ്രിക്കേഷന്റെ കുറവ് അനുഭവപ്പെടുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് പൊതുവെ പറയപ്പെടുന്ന ഇതിന്റെ ദോഷഫലങ്ങൾ. എന്നാൽ ധാരാളം ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണിത്. മൂത്രാശയ സംബന്ധമായ ധാരാളം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമാണിത്. ഈ ഒരു പ്രൊസീജിയറിലൂടെ ഫോർസ്കിൻ വളരെ മൂവബിൾ ആകുന്നതിലൂടെയും ഓപ്പൺ ആകുന്നതിലൂടെയും നന്നായി ക്ലീൻ ചെയ്യുവാനും ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുവാനും സാധിക്കുന്നു. സെക്ഷൽ ഇന്റർകോഴ്സ് സമയത്തെ വേദന കുറയ്ക്കുവാൻ സാധിക്കുന്നു. ഇനി പറയുന്നത് വളരെ വിവാദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകളിൽ ചേലാകർമ്മം എങ്ങനെ എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ നിലനിൽക്കുന്ന വളരെ പ്രാകൃതമായൊരു ദുരാചാരമാണ് സ്ത്രീകളിലെ ചേലാകർമ്മം എന്ന് പറയുന്നത്. ഇന്ത്യയിലും പലയിടത്തും ചെറുതായി ചെയ്തു വരുന്നുണ്ട്. മതപരമായി എവിടെയും സ്ത്രീകളിൽ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. സ്ത്രീകളിൽ ഇത് പല രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ലോകാരോഗ്യ സംഘടനയും പല രാജ്യങ്ങളും ഇത് വിലക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് ചേലാകർമ്മം അഥവാ സർക്കംസിഷനെ കുറിച്ച് ബേസിക്കായി പറയാനുള്ളത്. ഇനി പറയാനുള്ളത് ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ്. ഒരിക്കലും ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഫൈമോസിസ്, പാരാഫൈമോസിസ് പോലുള്ള കണ്ടീഷനുകൾ, അതായത് ഫോർസ്കിൻ മൂടപ്പെട്ട അവസ്ഥ, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അടിക്കടിയുള്ള യൂറിനറി ഇൻഫെക്ഷനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മോചിതരാകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറിയിലൂടെ ഫോർസ്കിൻ ഭാഗികമായോ പൂർണ്ണമായോ നീക്കം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മുക്തരാകാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് അറിഞ്ഞ ഉടനെ തന്നെ ഓടിപ്പോയി ചെയ്യേണ്ട ആവശ്യം എവിടെയുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലോ നിങ്ങളുടെ താല്പര്യപ്രകാരം മാത്രമോ ഇത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ആവശ്യമാണോ അല്ലയോ എന്ന് നന്നായി ആലോചിച്ച ശേഷം വ്യക്തമായി പ്ലാൻ ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാനായി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് സർക്കംസിഷൻ അഥവാ ചേലാകർമ്മത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.